ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെറും ഒരു സാരി മാത്രം വെച്ചിട്ട് നമ്മൾ 3 ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് സാരിക്ക് മാച്ച് ആകുന്ന രീതിക്ക് ഒരു അണ്ടർ സ്കേർട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഹീലുള്ള ചെരുപ്പാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഹീൽ ചെരുപ്പൊന്നും ഇടാറില്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ചെരുപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹീൽ ചെരുപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ പല്ലു പോർഷൻ നമുക്ക് ആദ്യം ഒന്ന് പ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ തന്നെ നമ്മൾ പ്രീ പ്ലീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം കാണിക്കുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സാരി ഡ്രേപ്പിംഗ് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ സാരി ഉടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന നമ്മുടെ നോർമൽ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് ഞാൻ ആദ്യം ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ നോർമലായിട്ട് സാരി ഉടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പല്ലു പോർഷൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഓരോരോ പ്ലീറ്റായിട്ട് എടുത്ത് നന്നായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സാരി ഉടുത്ത് കഴിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എപ്പോഴും സാരി ഉടുക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ നല്ല രീതിക്ക് ഇതുപോലെ പ്ലീറ്റ് പിടിച്ച് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം മാത്രം സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മുടെ സാരി നമുക്ക് ഉടുത്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഈ ഒരു ഫാബ്രിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് സൈഡ് നിന്നിട്ടാണ് നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് എത്രയാണോ ഫാബ്രിക്, നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്കി വരുന്ന ഫാബ്രിക് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പല്ലു പോർഷൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഷോൾഡറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു ചെസ്റ്റിലേക്ക് വരുന്ന പ്ലീറ്റ്സ് എല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അറേഞ്ച് ചെയ്ത് ഇതുപോലെ കൈ വെച്ചിട്ട് ഓരോരോ പ്ലീറ്റായിട്ട് എടുത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് മാത്രം ഇതുപോലെ ബാക്കിൽ കൂടെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നല്ല രീതിക്ക് വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്ര ഫാബ്രിക് നമുക്ക് ബാക്കിയുണ്ട്, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പ്ലീറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അധികം ലെങ്ത് ഇല്ലാത്ത സാരിക്ക് എങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സാരിക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വലിയ പ്ലീറ്റ്സ് തന്നെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്ലീറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം ഫാബ്രിക് വേസ്റ്റും വരുന്നില്ല. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളിലേക്ക് വരുന്ന ഈ ഒരു ഒറ്റ പ്ലീറ്റ് മാത്രം ഞാനൊന്ന് അകത്തേക്ക് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി വരുന്ന ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കി വന്ന ഈ ഒരു പോർഷൻ ഈ ഒരു ഫാബ്രിക്കിൻ്റെ അകത്തുകൂടെ ഒന്ന് കൈയിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വിട്ട് കൊടുത്ത ആ ഒരു പ്ലീറ്റ് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 2 പ്രാവശ്യം ഒന്ന് ചുറ്റിയതിന് ശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷനിൽ നല്ല ഷേപ്പോടെ തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. ഇനി ബാക്കി വന്നിട്ടുള്ള ഇത്ര പോർഷൻ മാത്രം ഞാൻ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷനിൽ നല്ല രീതിക്ക് തന്നെ നല്ല ഷേപ്പിൽ തന്നെ നമ്മുടെ സാരി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുകളിലേക്കുള്ള ആ ഒരു നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിലുള്ള പ്ലീറ്റ്സ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പ്ലീറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പല്ലു പോർഷൻ്റെ ഈ ഒരു പോർഷനിലെ പ്ലീറ്റ്സ് എല്ലാം നല്ല രീതിക്ക് ആ കൈ വെച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് വലിച്ചു വെച്ച് നമ്മുടെ ബ്ലൗസിനോട് ചേർത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി ഡ്രീപ്പിംഗ് സ്റ്റൈലാണിത്. നമ്മൾ നോർമലായിട്ട് സാരി ഉടുക്കുന്ന അതേ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടെ ഞാനിതിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാത്ത രീതിക്ക് നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും.
ഈ ഒരു സാരിയുടെ ഫാബ്രിക് വന്നിട്ട് നന്നായിട്ട് ഒതുങ്ങുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് എനിക്ക് സാരി ഉടുത്ത് കഴിയാനായിട്ട് പറ്റി. പക്ഷേ നല്ല ഹെവി ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പട്ട് സാരി പോലെ അല്ലെങ്കിൽ കേരള സാരി പോലുള്ള നല്ല ഹെവി ആയിട്ടുള്ള സാരിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മുടെ ഈ ഒരു പല്ലു പോർഷനിലെ പ്ലീറ്റ്സ് എടുത്ത് കൈ വെച്ച് നന്നായിട്ട് പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ സെക്കൻഡ് ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് ഒക്കെ അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പല്ലു പോർഷൻ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിനെ ഇൻഫിനിറ്റി സാരി ഡ്രേപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ കുറേ വീഡിയോസിലേക്ക് ഞാൻ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാരി ഡ്രേപ്പിംഗ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഒരു ചുറ്റിയെടുത്ത ആ ഒരു പല്ലു പോർഷൻ ചുറ്റാതെ ഇതുപോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലേക്ക് തന്നെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ യൂഷ്വലി ദുപ്പട്ടയൊക്കെ ഇടുന്ന പോലെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കി വരുന്ന നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു പ്ലീറ്റ്സ് എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ധാവണിയൊക്കെ കൊടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണിതും. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ ആ ഒരു പ്ലീറ്റ്സ് മാത്രം കൈ വെച്ചിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണ്. അധികം ആരും ഉടുത്ത് കണ്ടിട്ടില്ലാത്ത ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണിത്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനൊരു കംപ്ലീറ്റ് ലുക്ക് വേണമെങ്കിൽ ഒരു വേസ്റ്റ് ബെൽറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ഈ ഒരു വേസ്റ്റ് ബെൽറ്റാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സാരിക്ക് മാച്ച് ആവുന്ന രീതിക്ക് നമുക്ക് വേസ്റ്റ് ബെൽറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് ഞാനിവിടെ വെറുതെ ഒന്ന് റഫായിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ആ ഒരു സാരിക്ക് മാച്ച് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കളറിലൊക്കെ വരുന്ന വേസ്റ്റ് ബെൽറ്റ് നമുക്കിവിടെ പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫിനിറ്റി സാരി ഡ്രേപ്പിംഗ് സ്റ്റൈല്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണ്. നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷനിലെ പ്ലേറ്റ്സ് എല്ലാം നമ്മുടെ നോർമൽ സാരി ഉടുക്കുന്ന അതേ രീതിക്ക് തന്നെയാണ്. പക്ഷേ ആ ഒരു മുകളിലേക്ക് വരുന്ന ആ ഒരു പല്ലു പോർഷനിലെ പ്ലേറ്റ്സ് മാത്രമാണ് കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രേപ്പിംഗ് സ്റ്റൈല്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഡ്രേപ്പിംഗ് സ്റ്റൈൽ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പല്ലു പോർഷൻ തന്നെയാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു താഴെയുള്ള ഹിപ്പ് പോർഷനിലെ പ്ലീറ്റ്സ് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പല്ലു പോർഷനിൽ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡ് ഷോൾഡറിലേക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ ഈ ഒരു സ്റ്റൈലിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നമുക്ക് ഈ ഒരു പല്ലു പോർഷൻ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ്റെ ലാസ്റ്റ് വരുന്ന ഈ ഒരു ഫാബ്രിക് ഇതുപോലെ ഒന്ന് ബാക്കിൽ കൂടെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലേക്ക് നമ്മുടെ ചെസ്റ്റ് കവറാകുന്ന രീതിക്കാണ് ഞാനൊന്ന് ചുറ്റിയെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു നേരത്തെ വെച്ച ആ ഒരു പ്ലീറ്റ്സിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഈ ഒരു ഫാബ്രിക് നമുക്ക് അകത്തേക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ വെച്ച് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് പിൻ വെച്ച് കൊടുക്കണം. ആദ്യം ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് പിൻ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിലും ഇതുപോലെ ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കി വരുന്നത് ഈ ഒരു പോർഷനിലെ നമ്മുടെ ഈ ഇത്രയും ഫാബ്രിക് കൈ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ നമ്മൾ നേരത്തെ ചുറ്റിയെടുത്ത ആ ഒരു ഫാബ്രിക്കും നമ്മുടെ ഈ ഒരു പല്ലു പോർഷനിലെ ഫാബ്രിക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാരി ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. കംപ്ലീറ്റ് ആയിട്ടും ഫാബ്രിക് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അകത്തൂടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതും വളരെ സിമ്പിൾ ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. ഇതിനും ഒരു കംപ്ലീറ്റ് ലുക്ക് വേണമെങ്കിൽ നമ്മൾ വേസ്റ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡ്രീപ്പിംഗ് സ്റ്റൈലിൽ കാണിച്ച ആ ഒരു സെയിം വേസ്റ്റ് ബെൽറ്റ് തന്നെയാണ് ഇവിടെ പെയർ ചെയ്യുന്നത്. ആ ഒരു വേസ്റ്റ് ബെൽറ്റും കൂടെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പ് കാണുന്ന രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് വലിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ തന്നെ നമുക്ക് കിട്ടും. എപ്പോഴും ഒരേ രീതിക്ക് സാരി ഉടുത്ത മടുത്തവർക്കാണെങ്കിൽ ഇതുപോലുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രീപ്പിംഗ് സ്റ്റൈൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്.
പ്രത്യേകിച്ച് ഞാൻ ഈ കാണിച്ച ഈ ഒരു മൂന്നാമത്തെ ഡ്രേപ്പിംഗ് സ്റ്റൈൽ ഒരു ബ്രൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബ്രൈഡിൻ്റെ സിസ്റ്റർ ആണെങ്കിലും ബ്രൈഡ്സ് മെയ്ഡ് ആണെങ്കിലും ഈ ഒരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലാണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു 3 സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽസിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽസ് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ടൈപ്പ് സാരി മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ഫാബ്രിക് വരുന്ന അല്ലെങ്കിൽ ഏതൊരു ടൈപ്പ് ക്ലോത്തിൽ വരുന്ന സാരി ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന നിങ്ങളുടെ പഴയ സാരി ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള പട്ട് സാരി പോലുള്ള സാരി ആണെങ്കിലും ഇതുപോലുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രേപ്പിംഗ് സ്റ്റൈൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.